ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇലക്ട്രിക് ബ്രഷിൻ്റെ റിവ്യൂ ആണ് ഗൈസ്. ആക്ച്വലി ഞാൻ ഈ ഇലക്ട്രിക് ബ്രഷിൻ്റെ അൺബോക്സിംഗ് വീഡിയോ എൻ്റെ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ അതിന് കുറച്ച് വ്യൂസ് ഒന്നും കിട്ടിയിട്ടില്ല. ആൻഡ് ഇതിൻ്റെ ഒരു റിവ്യൂ ഞാൻ ചെയ്യുമെന്ന് അൺബോക്സിംഗ് വീഡിയോ ഇട്ട ശേഷം അൺബോക്സിംഗ് വീഡിയോ ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ഒരു പേഴ്സണൽ റിവ്യൂ ഞാൻ യൂസ് ചെയ്തിട്ട് പറയുമെന്ന്. ആൻഡ് ഇതിൻ്റെ പേഴ്സൺ ഞാനിപ്പോൾ ഏകദേശം ഒരു 1 മന്തോളമായി ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ആൻഡ് ഇറ്റ്സ് ഗുഡ്. ആകെ എടുത്തതിന് ശേഷം ഫസ്റ്റ് 2 മണിക്കൂറോ അരമണിക്കൂർ 8 മണിക്കൂറോ ചാർജ് ചെയ്താണ്. പിന്നെ അതിന് ശേഷം ചാർജ് ചെയ്തിട്ടില്ല. ആൻഡ് ഓൾമോസ്റ്റ് ഒരു 1 മന്ത് ഞാൻ യൂസ് ചെയ്യുന്നു. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഡ്സ് ഉണ്ട്. ക്ലീൻ, വൈറ്റ്, പോളിഷ്, മൈൽഡ്, സോഫ്റ്റ്. അപ്പോൾ ഇത് ഫസ്റ്റ് ഒരു 2 വീക്സ് ഒക്കെ ക്ലീനിലിട്ട് റെക്കമെൻഡ് ചെയ്താണ്. മറ്റ് ഇൻസ്ട്രക്ഷൻസ് ആണ് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. ആൻഡ് ഈ ഹെഡ് ക്യാപ്പ് ഉണ്ടോ, റിമൂവബിൾ ആണ്. ഇതിനകത്ത് ഈ ബോക്സിൻ്റെ ഒപ്പം കുറേ ഹെഡ് ക്യാപ്സും കിട്ടുന്നുണ്ട്. ആൻഡ് 3 മാസം കൂടുമ്പോൾ ഈ ഹെഡ് ക്യാപ്പ് മാറ്റുകയും ചെയ്യണം. ആൻഡ് നമ്മൾ ഇലക്ട്രിക് ബ്രഷ് എന്ന് വെച്ചിട്ട് വായിൽ വെച്ചിട്ട് ഇങ്ങനെ നിൽക്കി കഴിഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ അതായിരുന്നു പേഴ്സണലി ആദ്യം വിചാരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ എനിക്ക് മനസ്സിലായത് നമ്മൾ ഒരു മോഡ് ലൈക്ക് ക്ലീൻ ആക്കി കഴിയുമ്പോൾ ഇത് സംഭവം വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് കാണുമ്പോൾ ഇതൊന്നും മനസ്സിലാവില്ല. ലൈക്ക് ലിറ്ററലി കാണുമ്പോൾ നമുക്ക് എന്താ തോന്നുക, ഈ സാധനം ഒന്നും ശബ്ദം കേൾപ്പിക്കുക അല്ലാണ്ട് ഇതൊന്ന് വൈബ്രേറ്റ് ഒന്നും ചെയ്യുന്നില്ല. തൊട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും സ്ലൈറ്റ് വൈബ്രേഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പല്ലിൽ വെച്ചിട്ട് പേസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് പല്ലിൽ വെച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ നോർമലി ബ്രഷ് ചെയ്യുന്നത് ബ്രഷ് ചെയ്യുന്നത് കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് ക്ലീൻ ചെയ്യുന്നതാണ് എനിക്ക് മനസ്സിലായത്. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് നല്ലോണം. നമ്മൾ നോർമലി ബ്രഷ് ചെയ്യുന്നതിനെക്കാട്ടും ഇത് വെച്ച് ബ്രഷ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് ക്ലീൻ ചെയ്യും. പിന്നെ ഒരു ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് വന്നിട്ട് വീണ്ടും ഇത് ചേഞ്ച് ചെയ്യും. മീൻസ് ലൈക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ടൈം കഴിയുമ്പോൾ ഒരു സ്റ്റെക്ക് വരും. ആ സമയത്ത് നമുക്ക് വേറെ സൈഡിൽ ഡയറക്ഷൻ മാറ്റിയിട്ട് വീണ്ടും ഇങ്ങനെ ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കാം. ആൻഡ് ഇതിൻ്റെ ഒരു ക്ലീൻ എന്ന് പറഞ്ഞാൽ ഇത്ര ഒരു സമയം വരെ റൺ ചെയ്തുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ സമയത്ത് നമ്മൾ വാഷ് ചെയ്തിട്ട് പോകാം. ലൈക്ക് നമ്മൾ ബ്രഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഇതിന് ഇത്ര ടൈമുണ്ട്, ഈ ഒരു ടൈമിൽ ഇങ്ങനെ ഒരു ഡയറക്ഷനിൽ ചെയ്യുക, ഒരു ഗ്യാപ്പ് ഇടുന്ന സമയത്ത് ഇപ്പം ഡയറക്ഷൻ ഇങ്ങനെ ചെയ്യുക, ഇവിടെ വീണ്ടും ഗ്യാപ്പ് ഇടുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യുക. പിന്നെ ഇത് വീണ്ടും ഉണ്ടാക്കി കഴിഞ്ഞാൽ വൈറ്റ്, പോളിഷ്, മെയിൽഡർ, സോഫ്റ്റ് എല്ലാം പോകാം. അതിപ്പോൾ കുറേ അടിച്ചു കഴിഞ്ഞുകൊണ്ടാണ് ലൈക്ക് ഫസ്റ്റ് തന്നെ ഇതാ ക്ലീൻ, വൈറ്റ്, പോളിഷ്, മൈൽഡർ, സോഫ്റ്റ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ യൂസ്. അതിൻ്റെ ഇതാ ഇതിൻ്റെ അടിയിലാണ് കുത്തി വെക്കുന്ന സാധനം. തുറന്നു കഴിഞ്ഞാൽ പ്ലഗിൻ ചെയ്യുക. സി ടൈപ്പാണ്. ആൻഡ് പേഴ്സണലി ഞാൻ ഇത്രയും കാലം യൂസ് ചെയ്തിട്ട് എനിക്ക് പറയുന്നത് അത്യാവശ്യം നല്ല എഫക്റ്റീവായിട്ട് ക്ലീൻ എല്ലാം ചെയ്യുന്നുണ്ട്. ഇലക്ട്രിക് ബ്രഷ് ഇറ്റ്സ് എ ഗുഡ് വൺ. പിന്നെ നോർമൽ ബ്രഷ് ഇതിനും വ്യത്യാസം എന്താ വെച്ചാൽ കുറച്ചും കൂടി എനിക്ക് എഫക്റ്റീവായി ക്ലീൻ ചെയ്യുന്ന പോലെ തോന്നി. അത്രേ ഉള്ളൂ. കുറച്ചും കൂടി നല്ലൊരു എക്സ്ട്രാ ഒരു കിച്ച് സാധനം കിട്ടും. പിന്നെ മിസ്റ്റർ ബീനൊക്കെ യൂസ് ചെയ്യുന്ന കണ്ടിട്ടേ ഉള്ളൂ. അങ്ങനെ കുറേ കത്താഗ്രം വെച്ചിട്ട് ഞാൻ മേടിച്ചതാണ്. ഇറ്റ്സ് എ ഗുഡ് ബട്ട് ഐ തിങ്ക്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. മടിയുള്ളവർക്ക് കുറച്ചും കൂടി യൂസ് ചെയ്യാം. വെറുതെ ഇങ്ങനെ വെച്ചിട്ട് നല്ല ക്ലീനായി കിട്ടും. അപ്പോൾ ഇന്നത്തെ ഇത്രേ ഉള്ളൂ ഗൈസ്. ബൈ.